ഹായ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അധികം നേരമൊന്നുമില്ല, ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സൗണ്ടിൻ്റെ ഒരു പ്രശ്നം കാരണം ഉള്ളിലോട്ട് പോവാണ് സൗണ്ട് കേട്ടോ. അപ്പം നമ്മൾ വാടക വീട് തിരയുന്ന വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ വീടുകൾ ഓരോ ദിവസവും ഈ പണിസ്ഥലത്തു നിന്ന് ഇങ്ങനെ പോകും കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ പോയത് ചേട്ടായിണ്ടായിരുന്നു കേട്ടോ. അന്ന് പനക്കച്ചാൽ മലേൻ്റെ മുകളിലൊരു വീട് നോക്കിയിട്ടുണ്ടായിരുന്നേ. അവിടെ 2000 രൂപ വാടക പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ പോയി നോക്കിയപ്പം അവിടെ മലേൻ്റെ ഒട്ടും ടോപ്പിലാണ്. ഞങ്ങൾക്ക് പോയി വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് മക്കളെയും കൊണ്ട്. അപ്പം മക്കൾക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാനും പേടിയായിരിക്കും. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചവലപ്പാറ ഒരു വീട്ടിൽ പോയി. അവിടെ ഒറ്റയ്ക്ക് പോകാൻ മടിച്ചിട്ട് ഞാൻ മോനുസിനെയും ആദ്യക്കുട്ടനെയും കൂട്ടിയിട്ട് പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്, സാറ്. സാറിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു 20 രൂപേൻ്റെ ഫോട്ടോ സാറാണ് എനിക്ക് തന്നത്, ഫ്രീ ആയിട്ട് തന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാറ് ഒരു വീട് കാണിച്ചു തന്നു കേട്ടോ. വാർക്ക വീടാണ്, പക്ഷേ മഴ പെയ്യുമ്പോൾ ആ വീട് ഒരു 18 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പോൾ അതുകൊണ്ട് ചോരും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്നാലും കുഴപ്പമില്ല, സാറും അവിടെ വലിയ വാടകയൊന്നുമില്ല, 2000 രൂപ വാടക മതി, 5000 നമ്മൾ സെക്യൂരിറ്റി വെക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കണ്ട വീടാണ് കേട്ടോ ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട് ഇങ്ങനെയായിരുന്നു കേട്ടോ, ഒരു ഓടിട്ടിട്ടൊരു കുഞ്ഞു വീടായിരുന്നേ. എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവിടെയും വലിയ വാടകയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചങ്ങോട്ട് നടന്ന് കയറണമെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ വലിയ ധാരാളമാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇത്രയും നാളും ചോരുന്നതിലല്ലേ കിടന്നത്. അപ്പം നമുക്കൊരു വീട് പണി കഴിയുന്നോടം വരെ തൽക്കാലം നിൽക്കാൻ ഇതൊക്കെ ധാരാളം മതി കേട്ടോ. അപ്പോൾ തീരുമാനമായില്ല. ഞാനിങ്ങനെ ഓരോ വീടും പോയി കാണും, ചേട്ടനായിട്ട് വന്ന് പറയലാണേ. അങ്ങനെ ഇന്ന് വന്ന് കണ്ട വീടാണത്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോഴാണ് ഇന്നലത്തെ മഴയിൽ, ആ പകലത്തെ ഒരു മഴ പെയ്തിട്ടുള്ളൂ. ആ മഴയിൽ നമുക്കവിടെ ഫുള്ള് വെള്ളമാണ് കേട്ടോ. വെള്ളം കെട്ടി കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ കയറി ചെല്ലുന്നത്. അത് കണ്ടപ്പോഴേക്കും നമ്മൾ എന്താ പറയുക, വല്ലാത്തൊരു ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല. ഏതായാലും പിന്നെ ഞാൻ ഒരു ലോഡ് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ നന്നാക്കണം. കണ്ടില്ലേ, ഒരു ലോഡ് മീൻ കിട്ടിയിട്ടുണ്ട്. മീനിന് വില കൂടിയ സമയത്ത് 100 രൂപയ്ക്ക് 10 മീൻ എങ്ങനെയോ അവർ എണ്ണി തരില്ലേന്നേ. ഇതിപ്പം ഞാൻ വെറും 100 രൂപയ്ക്ക് മീൻ വാങ്ങിയിട്ടുള്ളൂ. എന്തോ ഒരു മീനാന്ന് നോക്ക്. മത്തിക്ക് അഹങ്കാരം ഇല്ലാണ്ടായി. മത്തിക്ക് എത്ര വിലയല്ലായിരുന്നോ. ഇപ്പം മത്തി ചുമ്മാ വാരിയിട്ട് തരും. ഞാൻ ആ കാക്കേനോട് പറഞ്ഞ, കാക്ക എനിക്ക് കുറച്ച് മതിയെന്ന്. എന്നപ്പോൾ ഒരു വല്ലാത്തൊരു ചതി പറ്റി. വലിയ ലോഡ് മീനുണ്ട് കേട്ടോ. അപ്പോൾ മീനൊന്ന് നന്നാക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരു 4-5 വീട് കണ്ട് കാണും കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് പേരോട് ഇങ്ങനെ ചോദിച്ച്, നമ്മൾ അറിയുന്നവരോടൊക്കെ ഇങ്ങനെ ചോദിച്ചായതുകൊണ്ടാണെന്ന് തോന്നുന്നു. വലിയൊരു വാടകയിൽ ഇങ്ങനെ 4500, 5000 ഉള്ള വാടകയിലേക്ക് ഞാൻ പോയില്ല, അന്വേഷിക്കാൻ പോയില്ല കേട്ടോ. വാടക കുറഞ്ഞത് നോക്കിയാട്ടോ നമ്മൾ പോയത്. അപ്പം ഏതാണേലും ഇനി ഇത് ലാസ്റ്റ് ഒരു ഫൈനൽ തീരുമാനമാവും. ഒന്നെങ്കിൽ ആ മാങ്കയത്തുള്ള വീട്, അല്ലെങ്കിൽ ഇന്ന് കണ്ട ആ ഓടിട്ട കുഞ്ഞു വീട്. നല്ലൊരു തീരുമാനത്തിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മനസ്സിലങ്ങനെ തീരുമാനമുണ്ട്. ഇന്ന് വൈകുന്നേരം ഈ വീഡിയോ ഇപ്പം ഞാൻ ഓഡിയോ കൊടുക്കുന്നില്ലേ, ഇന്ന് വൈകുന്നേരം അത് തീരുമാനമാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇനി എനിക്ക് പോകാൻ വയ്യ വീട് നോക്കാൻ കേട്ടോ. ഇങ്ങോട്ടേക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ്, കാരണം പണി വേറെ സ്ഥലത്താണ്. അവിടുന്ന് ഇവിടെ വന്നിട്ട് പോക്ക് നടക്കില്ല. അപ്പോൾ എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സാറ് അവരൊരു മനസ്സുകൊണ്ടാണ് കേട്ടോ. അവരെന്നോട്, രമ്യ ജോലി സ്ഥലത്ത് നിന്ന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു, വണ്ടിയില്ലാത്ത സമയം നോക്കി രമ്യ പൊക്കോ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആണ് ഇതിനെല്ലാം എനിക്ക് ഓടി നടക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പം ഒരു ലോഡ് മത്തി ഉള്ളതുകൊണ്ട് എന്തോന്നും അറിയില്ല കേട്ടോ. കുഞ്ഞിൻ്റെ പറഞ്ഞാൽ കുറച്ചും ഇങ്ങോട്ട് ഞാൻ നന്നാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഈ വീഡിയോ പിടിക്കുന്നത് ആദ്യക്കുട്ടനാണേ. അപ്പം കുഞ്ഞിൻ്റെ കുറച്ച് മത്തി നന്നാക്കി, ഞാനും പകുതി നന്നാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടും അവിടെ കൊടുക്കാൻ വന്നിട്ടുണ്ട്. മീനിൻ്റെ കറി റെഡിയാക്കിയത് ആരാന്നറിയാം, മോനൂസാണ് കേട്ടോ. ഞങ്ങൾ മീൻ നന്നാക്കി കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ അവന് ആദ്യക്കുട്ടനും മോനൂസും കൂടി ഉള്ളിയൊക്കെ നന്നാക്കി, ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് മീനുള്ള മുളക് വെള്ളമൊക്കെ റെഡിയാക്കി മീൻ കറി സെറ്റായിട്ടോ. പിന്നെ ലേശം മീൻ വറുക്കാനും വെച്ചു. ഈ മീൻ വാങ്ങിയതിന് ഞാൻ കുറച്ച് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വഴക്കുണ്ടാക്കിയില്ല, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു എന്തിനാകും മീൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു മീൻ വാങ്ങിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. 2-3-4 ദിവസമായിട്ടുള്ളൂ മീൻ കൂട്ടാതെ കേട്ടോ. അപ്പോഴത്തേക്കും പ്രതി ഇല്ല കേട്ടോ അവിടെ.
മീൻ വേണമെന്നും പറഞ്ഞിട്ട് നോയമ്പാണ് ഞങ്ങൾക്ക്. അപ്പോൾ കുഞ്ഞേട്ടയ്ക്ക് മീൻ വാങ്ങിയേ പറ്റൂ കേട്ടോ. കുടുവാണെങ്കിൽ മീനിൻ്റെ ആളാണ്. മീൻ കണ്ടാൽ പിന്നെ അവൻ വിടില്ല. അപ്പം നോക്കുമ്പം ഞാൻ വരുമ്പോഴത്തേക്കും കുഞ്ഞേട്ടൻ കപ്പയൊക്കെ വറവിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വറവിട്ടത് പിന്നെ ഞാൻ വന്നതിന് ശേഷം വറവിട്ടു. മീൻ കറിയും പിന്നെ ഞങ്ങൾക്ക് ഇത്ര സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ സങ്കടം എന്ന് വെച്ചാൽ കിടക്കയൊക്കെ നനഞ്ഞ്, കിടക്കേൻ്റെ ഒരു ഭാഗം ഇന്നലെ മഴ പെയ്തപ്പം നനഞ്ഞു പോയിട്ടോ. അവിടെ നല്ലപോലെ ലീക്കായി. അത്രയും ലീക്ക് വരലില്ലായിരുന്നു, പക്ഷേ ഇന്നലെ ആ ഭാഗം വല്ലാണ്ട് വെള്ളം ചാടിയിട്ട് ലീക്കായിട്ടുണ്ടായിരുന്നു. ഒരു തലാണ മൊത്തം പോയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അച്ഛനും മോനും കൂടി മീൻ തിന്നുന്നത്. ഞാൻ എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് കൊടുവിനെ എഴുത്തിന് ഇരുത്താനുള്ള അല്ലേ, കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ, മീൻ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. മീനിൻ്റെ ആളാണ് കൊടു. നമുക്കൊരു 7 ദിവസം നോയമ്പ് എടുക്കണം നല്ലതെന്ന് പറഞ്ഞു. ഇങ്ങനെ അതിൽ വിശ്വാസമില്ല കേട്ടോ. ഈ നോയമ്പ് എന്ന് പറയുന്ന കാര്യമേ മൂപ്പരോട് പറയരുത്, എന്തൊരു പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങളങ്ങോട്ട് തിന്നെന്നൊക്കെ പറഞ്ഞു. അച്ഛനും മോനും കൂടി തിന്നുന്ന കണ്ടില്ലേ മീൻ വറുത്തത്. കൊടുവാണെങ്കിൽ പാവം, അതിനാണെങ്കിൽ മീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ തിന്നാണ്ടിരിക്കില്ല. മീനിൻ്റെ ആശാനാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എന്ത് ചെയ്യാനാ, കുഞ്ഞുമക്കളല്ലേ, സാരമില്ലാന്ന്. അങ്ങനെ അതാ ഇരുന്ന് തിന്നുന്നു അച്ഛനും മോനും കൂടി കപ്പ മീനൊക്കെ. അങ്ങനെ എന്താ പറയുക, കണ്ടില്ലേ കിടക്ക പോയി കേട്ടോ. കിടക്കയും തലാണയും പോയി. കിടക്കേൻ്റെ പകുതി ഭാഗമുണ്ട് ഇനി. അപ്പോൾ അവസാനമായപ്പോഴത്തേക്കും മൊത്തം പോവുകയാണെന്ന് തോന്നുന്നു. പിന്നെ അരി അരയ്ക്കാനൊക്കെ ആദ്യക്കൂട്ടം കൂടി. ഒരാൾ തേങ്ങ ചിരകി തന്നു. ഞാൻ പാത്രം കഴുകി. അപ്പോഴത്തേക്കും മോനൂസ് തേങ്ങ ചിരകി. ആദ്യക്കൂട്ടൻ അപ്പോഴത്തേക്കും അരി അരച്ചു കഴിയാനാകുമ്പോഴത്തേക്കും മോനൂസ് തേങ്ങ ചിരകി കൊടുക്കും കേട്ടോ. അങ്ങനെ ഇന്നലെ എന്തോന്ന് അറിയില്ല, എല്ലാവരും ഞാനിവിടെ ഓടി നടന്നതിന് വീട്ടിൽ ചെന്നപ്പോൾ ഒരാശ്വാസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പഠിക്കാനിരുന്നു. അവർക്ക് എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതിനിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാടക വീട് റെഡിയായി കഴിഞ്ഞാൽ പുതിയ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി പറയാണ്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്താ പറയുക, വീണ്ടും ചെയ്യാനും നമ്മൾ ആഗ്രഹിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനായതും. അപ്പോൾ അതിന് നമ്മൾ എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ എൻ്റെ തലാണ പോയി. മഴ പെയ്ത് തോർന്ന വെള്ളം വീണിട്ട് തലാണയും കിടക്ക അവിടെയൊക്കെ വെള്ളം വീഴുമായിരുന്നു. അപ്പോൾ അതൊക്കെ സാരമില്ല, പോട്ടെ അല്ലേ, എല്ലാം നല്ലതിന് വേണ്ടിയാണ്.